ഹലോ ഗായ്സ്, വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ കുറേ നാളായല്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനും കുറച്ച് ബിസി ആയിരുന്നു. ബിസിയൊന്നുമല്ല, കുറച്ച് മടിയായിരുന്നു. അപ്പം നാട്ടിലെങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ചൂടൊക്കെ കുറവുണ്ടോ? കറക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ കൊറിയയിൽ ഇപ്പം മഴ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൊറിയൻ ലാംഗ്വേജിൽ മഴ സീസൺ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ ചങ്മ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 2:30 ആയി കാണും, 2:30 3 മണിയായി കാണും. അപ്പോൾ നല്ല മഴ. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് നടക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയപ്പോൾ കാണാം ഇവൻ എന്നെ വിടുന്നില്ല, അവനും നടക്കാൻ പോകണമെന്ന്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനും പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോകത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നോക്കിയേ പോകണമെന്ന് പറഞ്ഞിട്ട് വന്നിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതാക്കി വെച്ചിട്ട് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ തോന്നും. പക്ഷേ മഴ വന്നത് കാരണം നിറയെ ചെളിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് വന്ന ഉടനെ ഇവനെ കുളിപ്പിക്കാതെ പറ്റത്തേ ഇല്ല. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ കൊണ്ടുപോകണ്ടെന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയപ്പോൾ തന്നെ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സംഭവം കണ്ടല്ലോ, കൊറിയയിൽ നിങ്ങൾക്ക് എന്തില്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട 2 സംഭവങ്ങളിലൊന്നാണ് റെയിൻ ബൂട്ടും അതേപോലെ തന്നെ നമ്മൾ വിൻ്റർ ടൈമിലിടുന്ന ബൂട്ടും. അപ്പോൾ ഞാൻ ഇന്നിത് ഇടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ലിപ്പർ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. മഴയത്ത് ഇങ്ങനെ കാലിലൊക്കെ മഴവെള്ളം കൊള്ളിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ സ്ലിപ്പർ ഇടാൻ വേണ്ടി പോവാണ്. സ്ലിപ്പറൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പം എന്താ ചെയ്യുക, ഇവനവിടെ നിർത്തിയിട്ട് വരാൻ തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ രീതിക്കാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾ പേടിച്ചിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് നോക്കിയാലേ ഞാൻ ഈ കുട കയ്യിൽ വെച്ചേക്കുന്നതാണ് കാരണമാണ്. ആശാന് ഭയങ്കര പേടിയാണ്. ഈ ലോകത്ത് ഇതുവരെ ഇവങ്ങനെ പേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം മനസ്സിലായി, പേടിക്കടാ, നീ പേടിക്കണം, നീ പേടിച്ചേ പറ്റുള്ളൂ. അവനെ ഞാൻ ഉപദ്രവിക്കുന്നൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ആ കുട വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നതാണ്. അപ്പം ഭയങ്കര പേടിത്തോണ്ടനാണ് അവൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് നേരെ നടക്കാൻ ഇറങ്ങി. ഇത് നോക്കി നല്ല മഴയത്ത് നല്ല മഴയൊക്കെ കൊണ്ടുകൊണ്ട് അപ്പിയിടുക എന്നുള്ളത് ഇവൻ എത്രമാത്രം സന്തോഷമുള്ള കാര്യമെന്ന് നോക്കിയേ. പുറത്ത് ഇറങ്ങിയ ഉടനെ തന്നെ അത്രയ്ക്ക് ഹാപ്പി ആയിട്ടാണ് ഇവ ഇങ്ങനെ അപ്പിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിന് ഇത്രയും സന്തോഷത്തോടെ ഇവ അപ്പിയിടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അപ്പയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഇവിടെ കൂടെ നടക്കാൻ ഒരു എന്താ പറയുക സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മഴയുടെ സൗണ്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്. കാരണം എന്ന് പറഞ്ഞാലും എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത്രയും വലിയ മഴ ഇങ്ങനെ പെയ്യുന്നത് ഞാനിങ്ങനെ കാണുന്നത്. അതായത് എന്താ പറയുക, ഞാൻ കൊറിയയിൽ തന്നെയായിരുന്നു, പലപ്പോഴും ഇങ്ങനെ മഴ പെയ്യാറുണ്ട്. എന്തായാലും എന്തോ സംതിങ് ഒരു സ്പെഷ്യലായിട്ട് തോന്നി ഇന്ന്. അങ്ങനെ നേരെ ഞാൻ കുറച്ചൊക്കെ നടന്നതിന് ശേഷം നേരെ വീട്ടിൽ വന്നതിന് ശേഷം ഇവനെ ഞാൻ കുളിപ്പിച്ചു. അപ്പോൾ ഈ ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കാൻ പോയതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവന് കുളിക്കാൻ ഭയങ്കര മടിയാണ്. കുളിക്കുന്നത് ഇഷ്ടമില്ല, ചെവിയിൽ അഴുക്ക് കളയുന്നത് ഇഷ്ടമില്ല, കണ്ണിൻ്റെ അവിടുത്തെ അഴുക്ക് കളയുന്നത് ഇഷ്ടമില്ല, നഖം വെട്ടുന്നത് ഇഷ്ടമില്ല, കാലിൻ്റെ അടിയിൽ രോമം എടുത്ത് കളയുന്നത് ഇഷ്ടമില്ല. അവന് ഒന്നും ഇഷ്ടമില്ല. അവൻ ആകെപ്പാടെ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ളവരെ അള്ളി മാന്തിയിരിക്കണം, അതുപോലെ തന്നെ അവിടെ ഇവിടെ മൂത്രമൊഴിച്ച് വയ്ക്കണം, പിന്നെ എല്ലാ സമയവും തിന്നുകൊണ്ടിരിക്കണം. ആരെന്ത് തിന്നാൻ എടുത്താലും അതിൽ നിന്നൊക്കെ അവന് തിന്നണം. ഇതല്ലാതെ വേറെ ഒരു കാര്യം അവന് ഇഷ്ടമില്ല. വൃത്തിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും അടുത്തൂടെ പോയിട്ടില്ല. അങ്ങനെ ഞാൻ അവനെ കുളിപ്പിച്ച് നല്ലതുപോലെ ഉണക്കിയൊക്കെ കൊടുത്ത് അതിനുശേഷം അവന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് ശേഷം എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട് ഈ ടൈം. അങ്ങനെ ഞാൻ മിക്കുള്ളവർക്കും മഴ ഉള്ള ടൈമിൽ ഒരു ജോലിയും ചെയ്യാൻ ഒരു മൂഡുണ്ടാവത്തില്ലല്ലോ. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എനർജിയാണ്. എന്തോ മഴയിൽ നിന്ന് എന്താ പറയുക, ഒരു എനർജി കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബിസിനസ് ട്രിപ്പ് പോയ സമയത്ത് എനിക്ക് എപ്പോഴും കരഞ്ഞോട്ട് മെസ്സേജ് അയക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് വീട്ടിൽ വരണം, നിസ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ തോന്നുന്നു, ഇവിടുത്തെ ഫുഡ് കൊള്ളത്തില്ല, ആ ഒരു മെസ്സേജ് മാത്രമാണ് എന്ന് രാവിലെ എനിക്ക് അയക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് നല്ല മൂഡല്ലേ, അപ്പം ബിരിയാണി ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്.
അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തെല്ലാം കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ, നീ കുക്ക് ചെയ്യുന്നതല്ലല്ലോ, നീ ഷോപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം നീ കുക്ക് ചെയ്തു എന്ന് പറയുന്നതല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനും നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന ഒരാൾക്കാർ. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ താമസിക്കുന്നവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ വായിൽ നിന്ന് ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു വാക്ക് പോലും വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും. ആദ്യം ഞാൻ ഉള്ളി പൊരിച്ചത് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ അടുപ്പിലാണ്. അപ്പോൾ ഇൻഡക്ഷനും ഉണ്ട്, ഗ്യാസും ഉണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, അവിടെയെങ്ങാനും ഒരിച്ചിരി പോലും ഓയിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ ഒപ്പ വന്നതിന് ശേഷം ഒപ്പ കഴിക്കുന്നതിന് മുമ്പേ ഫുള്ള് തുടച്ച് വൃത്തിയാക്കും. വൃത്തിക്കാരൻ്റെ ഒരു കാര്യമാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തിനാ ഒപ്പാക്ക് ഇരട്ടി ജോലി കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ നേരെ ഇൻഡക്ഷൻ അടുപ്പിൽ നിന്ന് നേരെ ഗ്യാസ് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പേ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മസാല ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ചിക്കൻ്റെ മീറ്റെല്ലാം ഇങ്ങനെ ചിക്കനിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആവാറുണ്ട് ചില ടൈമിലും. അപ്പോൾ ഒപ്പാക്ക് അത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇതാ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ ബിരിയാണിയിലൊക്കെ ആവശ്യമുള്ള ഉള്ളിയെല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉള്ളി പൊരിച്ചതിൻ്റെ ബാലൻസ് എണ്ണ ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും അതേപോലെ തന്നെ ഒരു സ്പൂണ് നെയ്യും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഓയിലൊന്നും ഒരുപാട് യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഉള്ളി പൊരിച്ചത് തന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചത്. പിന്നെ അതിന് ശേഷം ഞാൻ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ചതച്ചരച്ചത് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുക്ക് ആയിട്ട് വരുന്ന ടൈമിൽ ഞാൻ നേരെ എന്താ പറയുക തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി അതായത് ഒരു ചെറിയ തക്കാളിയാണ് ചേർത്തത്. അപ്പം പലരും പല രീതിയിലായിരിക്കുമല്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് തോന്നുന്ന രീതിയിൽ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളും കറക്റ്റ് ഈ രീതിയിൽ തന്നെ ആവണം ഉണ്ടാക്കുന്നതെന്നില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കുക്കിംഗ് സ്റ്റൈലല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് മസാലകൾ ചേർക്കാം. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാലയും കുറച്ച് ഗരം മസാലയും ബ്ലാക്ക് പെപ്പർ പൗഡറും ഒക്കെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ കുക്കിംഗ് ഞാൻ ഭയങ്കര വലിയ കുക്കൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഈ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കൊറിയയിൽ വന്നപ്പോഴത്തേക്ക് പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലെ ഫുഡ് മിസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അപ്പം നമ്മൾ അതിന് ശേഷം പൊരിച്ച ഉള്ളി ചേർത്ത് കൊടുക്കണം. പൊരിച്ച ഉള്ളി ചേർത്തതിന് ശേഷം നമുക്ക് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഞാൻ ഇതിൽ എന്താ പറയുക മല്ലിയിലയും മിൻറ്റ് ലീവ്സും ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കുക്കിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ ഫുഡ് മിസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കുക്കിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡ് ഒപ്പ കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഒപ്പാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒപ്പാടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഞാനിപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഫുഡാണ് ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരിക്കലും എന്നെ നിരാശപ്പെടുത്താറില്ല. ഇതിൽ കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയി, സാരമില്ല, അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക റിപ്ലൈ മാത്രമേ ഒപ്പാടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്ത് കാര്യത്തിനായാലും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് ഒപ്പാടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ആ പോസിറ്റീവ് വൈബ് തന്നെയാണ് എന്നെ ഇങ്ങനെ എന്താ പറയുക കുക്കിംഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതും അതേപോലെ തന്നെ പുതിയ പുതിയ ഓരോ ഡിഷുകൾ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നതും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് അതിനൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എൻകറേജ്മെൻറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഒപ്പം എന്ത് ഫുഡ് കഴിച്ചാലും ഇനി എത്ര ടേസ്റ്റ് ഇല്ലാത്ത ഫുഡാണെങ്കിൽ പോലും എനിക്ക് എപ്പോഴും താങ്ക് യു പറയാറുണ്ട്, ഇത്രയും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തന്നതിന്. അപ്പം ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബസ്മതി റൈസ് കുക്കറിലാണ് ചെയ്തത്. ഇനി ദം ചെയ്യാൻ പോകുന്നത് റൈസ് കുക്കറിൽ തന്നെയാണ്. അപ്പോൾ ഈ ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യുക. ചിക്കനും അതേപോലെ തന്നെ മസാല എല്ലാം കൂടെ ഏറ്റവും അടിയിലായിട്ട് ഒരു ലെയർ ഫസ്റ്റ് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ചോറിട്ടിട്ട് അറേഞ്ച് ചെയ്ത്
നമുക്ക് റൈസ് കുക്കറിൽ ഏകദേശം ഒരു നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും റൈസ് കുക്കറിൽ എത്ര മിനിറ്റ് നമുക്ക് ഇതിനെ സ്റ്റീം ചെയ്യണമെന്ന്. അപ്പോൾ ഞാനൊരു 10, 15, 20 മിനിറ്റാണ് ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതെല്ലാം കൂടെ അറേഞ്ച് ചെയ്തതിന് ശേഷം ചോറും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഈ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് കാര്യമായാലും പോസിറ്റീവായിട്ട് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാനും വളരെ ഇഷ്ടമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ തന്നെ അറിയാതെ അവരുടെ സൈഡിൽ നിന്ന് നമുക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടും. അപ്പോഴത്തേക്ക് എൻ്റെ ആ പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ എൻ്റെ ആ എൻകറേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒപ്പായാണ്. അപ്പം ഞാൻ ഇത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കുന്നത് ഒപ്പാക്ക് വേണ്ടിയിട്ടാണ്. ഇനി ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒപ്പ ഒരിക്കലും കഴിക്കാതിരിക്കത്തില്ല. വളരെ ടേസ്റ്റോടു കൂടി തന്നെ കഴിക്കും. കാരണം ഒപ്പൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റല്ല, ഉണ്ടാക്കുന്ന ആളുടെ ആ മനസ്സിൻ്റെ ഇതനുസരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഇത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ടേസ്റ്റ് ഇല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റുകയെന്ന്. അപ്പം ഞാനിപ്പോൾ ഇതിൽ ചേർത്തത് നെയ്യാണ് കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് നെയ്യാണ്. അപ്പം ഞാൻ ആ നെയ്യ് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് തന്നെയാണ് ചേർത്തത്. പിന്നെ ഞാൻ ഇതിൽ മിൻറ്റും അതേപോലെ തന്നെ മല്ലിയിലയും ഒരുപാട് ചേർക്കുന്നില്ല. ഒപ്പാക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ചെറിയൊരു തണ്ട് മാത്രമാണ് ചേർത്തത്. ഞാൻ ഇനി നമുക്ക് നേരെ ഇതിന് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുക്കറിൽ സ്റ്റീം ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇത് എന്താ പറയുക, അടിപൊളിയായിട്ട് നമുക്ക് ദം ചെയ്ത് കിട്ടും. പിന്നെ അതിനുശേഷം ഞാൻ ഒപ്പാക്ക് വേണ്ടിയിട്ട് ചിക്കൻ 65 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ 65 ട്രൈ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ഇതൊക്കെ നോക്കിയേ, ബിരിയാണി അതേപോലെ തന്നെ ചിക്കൻ 65ഉം എല്ലാം റെഡി ആയിട്ടുണ്ട്. 어때 오빠? 너무 맛있어. 너무 맛있어? 와, 이거. 라이스 ഇത് ചിക്കൻ 65. 이게 말고요. 치킨 비리아니. 네, 치킨 비리아니. 아, 먹었던 거야 그때? 먹은 적이 없어. 샀다고 했잖아. 맛있다. 비리아니 오랜만에 먹은 거 같은데? 그래? 맛있어? 괜찮아? ഞാനുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്ന ടൈമിലെല്ലാം ഒപ്പാക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒപ്പയുടെ കൈയുടെ നഖത്തിലെല്ലാം മഞ്ഞ കളറാവുന്നു. എത്ര കഴുകിയാലും അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകത്തുമില്ല. അപ്പോൾ നാളെയൊക്കെ ഓഫീസിൽ പോവേണ്ടതല്ലേ. അപ്പോൾ ഈ കയ്യിലിങ്ങനെ മഞ്ഞ കളർ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരുന്നാൽ വൃത്തിയില്ലാത്തൊരു രീതിയിലാണ് കുറേക്കാർ കാണുന്നത്. അതുകൊണ്ടാണ് ഒപ്പ ആദ്യം ഗ്ലൗസ് ഇട്ടത്. പിന്നെ അത് അൺകംഫർട്ടബിളായിട്ട് തോന്നിയപ്പോഴത്തേക്ക് ഊരി എറിയുകയും ചെയ്ത ഗ്ലൗസ്. 오빠 가르쳐주는 비리아니 맛있게 먹는 법. 치킨을 이렇게 저기저기 하세요. 그리고 빠빠들을 이렇게 잘라주세요. 그리고 이렇게 섞어주세요. 그리고 손으로 오. അങ്ങനെ മലയാളിയായ എന്നെ കൈകൊണ്ട് കഴിക്കുന്നതൊക്കെ ഒപ്പം ഇങ്ങനെ എന്താ പറയുക പഠിപ്പിച്ച് തന്നു. ഞാനൊന്ന് ഉണ്ടാക്കിയ ഫുഡെല്ലാം അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ കഴിച്ചു. പിന്നെ ഈ ലാസ്റ്റത്തെ ഈ പാർട്ടുണ്ടല്ലോ, ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, ഒരു വീക്കായി കാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചെടികൾ വാങ്ങിയത്, അതായത് പച്ചക്കറികൾ വാങ്ങിയത് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇത് നോക്കി എന്താ പറയുക, വെണ്ടയ്ക്കയൊക്കെ നല്ലതുപോലെ പൊടിച്ച് നിൽപ്പുണ്ട്. വെണ്ടയ്ക്ക വന്നു. അതേപോലെ തന്നെ എൻ്റെ കറിവേപ്പില തൈ നല്ലതുപോലെ പൊടിച്ച് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നട്ട പാവയ്ക്കയാണ്. പാവയ്ക്ക നല്ലതുപോലെ എന്താ പറയുക, നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പൂ വന്ന് ഇപ്പോൾ ചെറിയ പാവയ്ക്ക ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ പച്ചക്കറിത്തോട്ടം നോക്കിയാൽ എല്ലാം നല്ല രീതിയിൽ വളരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.